ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അഡ്വാൻസ്ഡ് ഇമേജിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജസ് എന്ന് പറയുന്നത് 3D ഇമേജ് ആയിരിക്കും ഓഫ് നമ്മൾ എടുത്തിട്ടുള്ള സ്പെസിമെന്റ് സർഫസ് ടോപ്പോഗ്രഫിയുടെ. അതുപോലെ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഡീറ്റെയിൽ ആണ് അതിന്റെ കോമ്പോസിഷൻ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബീം ആയതുകൊണ്ടാണ് നമ്മൾ ഈ നെയിം വന്നിട്ടുള്ളത്. സ്കാനിങ് യൂസിങ് ഇലക്ട്രോൺസ്, ദാറ്റ്സ് വൈ ദ നെയിം സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. പിക്ചറിൽ കാണിച്ചിട്ടുള്ളതാണ് സെം അഥവാ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ആദ്യം വേണ്ടത് ഇലക്ട്രോണിന്റെ സോഴ്സ് ആണ്, കാരണം ബീം ഓഫ് ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും ആദ്യത്തെ കമ്പോണന്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷം കുറച്ച് ലെൻസസും സ്കാനിങ് കോയിലൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വരുന്ന ഇലക്ട്രോൺ ബീമിനെ സാമ്പിളിന്റെ സർഫസിലേക്ക് ഹിറ്റ് ചെയ്യുന്ന തരത്തില് ഡിഫ്ലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ സ്കാനിങ് കോയിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ലെൻസസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞ് സ്പെസിമെനെ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് ബാക്ക് സ്കാറ്റർ ചെയ്യും. അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. ചിലത് സെക്കൻഡറി ഇലക്ട്രോൺസ് ആവും. അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സെപ്പറേറ്റ് ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് കോമ്പോസിഷണൽ കാര്യം അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ഇമേജ് 3D ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യണേന്ന് നോക്കാം. ആദ്യം സെമ്മില് ഒരു ഫൈൻലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീമിനെ നമ്മുടെ സർഫസ് ഓഫ് സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഹൈ എനർജി ഇലക്ട്രോൺസ് സ്പെസിമെനുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡറി ഇലക്ട്രോൺസ്, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്റേസും പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊക്കെയാണ് ജനറേറ്റ് ചെയ്ത് വരിക. അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിഗ്നൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഡിറ്റക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ ഡിറ്റക്ടേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 3D ഇമേജും കോമ്പോസിഷനും ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഡിഫറെന്റ് ഫീൽഡ്സിൽ നമുക്ക് സെമ്മിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ യൂസസിനാണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കമ്പോണൻസിന്റെ ഒക്കെ സർഫസ് അനാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. നാനോ സയൻസ് സ്റ്റഡീസിൽ യൂസ് ചെയ്യും. അതുപോലെ ബയോമെഡിക്കൽ റിസർച്ചിന്റെ കേസിലാണെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സെല്ലുലാർ സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ് സെം. അതുപോലെ മൈക്രോബയോളജി, കോസ്മെറ്റിക് ഇൻഡസ്ട്രി, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയിട്ടുള്ള ഫീൽഡ്സിലൊക്കെ സെമ്മിന്റെ ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെമ്മിന്റെ ഈസി ഓപ്പറേഷൻ ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണെന്നുള്ളതും മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഇൻഡസ്ട്രിയൽ റിസർച്ച് ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സെം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ക്വിക്ക് ഡാറ്റ അക്വിസിഷൻ. ഒരു 5 മിനിറ്റ്സിന്റെ ഉള്ളിൽ നമുക്ക് ഡാറ്റ കിട്ടും. അപ്പൊ ക്വിക്ക് ഡാറ്റ അക്വിസിഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഹൈലൈറ്റ് ചെയ്യാവുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ ഡാറ്റ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാനുള്ള ഈസിനെസ്സും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും. ഇനി ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട് സെമ്മിന്. അപ്പൊ നമുക്ക് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ ഹൈ പർച്ചേസ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ് ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇറ്റ്സ് ബൾക്കി. അത് അത്യാവശ്യം ആ സെറ്റപ്പിൽ തന്നെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് കുറച്ചധികം പാർട്സ് ഉണ്ട്. ലെൻസസ് ആണെങ്കിലും സ്കാനിങ് കോയില്, ഡിറ്റക്ടേഴ്സ് ഒക്കെ ആയിട്ട് കുറച്ച് ബൾക്കിയാണ്. അതുപോലെ തന്നെ സെം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വൈബ്രേഷൻ ഫ്രീ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫ്രീ ആയിട്ടുള്ള റൂംസ് ആവശ്യമുണ്ട്. എൻറ്റയർ സെറ്റപ്പ് ഓഫ് സെമ്മിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഒരു വാക്വം ചേംബറിലാണ്. സ്കാറ്ററിംഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാക്വം സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് നീഡ്സ് കൺസിസ്റ്റന്റ് വോൾട്ടേജ് ആൻഡ് കൂളിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ബയോളജിക്കൽ സ്പെസിമെൻസിന്റെ ഒക്കെ കേസിൽ എക്സ്റ്റെൻസീവ് പ്രിപ്പറേഷൻ ആവശ്യമായി വന്നേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.